നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്താൻ ആവശ്യമുള്ള നെഗോഷിയേഷൻ ഫണ്ടിന് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നിന്നാൽ മുന്നോട്ട് നീങ്ങാമെന്ന യമനിലെ അഭിഭാഷകൻ. ഇന്നലെ വരെ ഫണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞത് 10.25 ലക്ഷം രൂപ മാത്രമാണ്. $40,000 അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. തുക സമാഹരിക്കാൻ വൈകുമെങ്കിൽ തുക ലഭിക്കുമെന്ന ഉറപ്പിനായി അത്രയും തുകയ്ക്ക് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നിന്നാൽ മതിയെന്നും അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 20 ലക്ഷം രൂപ അടിയന്തരമായി ബാങ്ക് നിക്ഷേപം കാണിക്കണം. തുക ലഭിക്കുമെന്ന ഉറപ്പ് കിട്ടിയാലേ പ്രാരംഭ ചർച്ച തുടങ്ങാനാകൂ. എത്രയും വേഗം നൽകിയാൽ മാത്രമാണ് ചർച്ചകൾ ആരംഭിക്കാൻ കഴിയുക. എന്നാൽ എങ്ങനെയും ഫണ്ട് സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ആക്ഷൻ കൗൺസിൽ. ബ്ലഡ് മണി നൽകുന്ന കാര്യത്തിൽ ചർച്ച നടന്നിട്ടില്ല. ആദ്യം ഗോത്രത്തലവന്മാരായ ഷേഖുമാർ സമ്മതിക്കണം. ആചാരപ്രകാരം അവരാണ് കൊല്ലപ്പെട്ട യമനി പൗരന്റെ കുടുംബവുമായി സംസാരിച്ച തീരുമാനം അറിയിക്കുക. കുടുംബവുമായി സംസാരിക്കണമെങ്കിൽ ഷേഖുമാരുടെ സഹായം വേണം. അതിനായി ഗോത്രത്തലവന്മാർക്ക് വലിയ നിലയിൽ വിരുന്നൊരുക്കുകയും നല്ലൊരു തുക പാരിതോഷികമായി നൽകുകയും ചെയ്യണം. അതിനാണ് $40,000 ആവശ്യമായി വരുന്നതെന്ന് അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവിടെ ലോഡ്ജിൽ താമസിക്കുകയാണ്. ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാരായ യമനി പൗരന്മാരും മനുഷ്യാവകാശ പ്രവർത്തകർ സാമുവൽ ജെറോമുമാണ് സഹായിക്കാനുള്ളത്. ഗോത്രത്തലവന്മാർ പറഞ്ഞാൽ ബ്ലഡ് മണി സ്വീകരിക്കാൻ തലാലിന്റെ കുടുംബം സമ്മതിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനാണ് ആദ്യം അവരെ സന്തോഷിപ്പിക്കുന്നത്. കുടുംബം സമ്മതിച്ചാൽ ബ്ലഡ് മണി നൽകി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കാതെ ആക്ഷൻ കൗൺസിൽ തന്നെ നെഗോഷിയേഷൻ ഫണ്ട് കണ്ടെത്താനാണ് ശ്രമം. ഇതിന് പലരുമായും ചർച്ച നടത്തും. മോചനത്തിനായി ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് സാമ്പത്തികമായും ഉന്നത തലങ്ങളിലുള്ളവരുമായും സംസാരിച്ചിട്ടുണ്ട്. 4 വർഷമായി ആക്ഷൻ കൗൺസിൽ നിമിഷയുടെ മോചനത്തിനായി ശ്രമിച്ചു വരികയാണ്. ബ്ലഡ് മണി എത്രയെന്ന് ഇതുവരെ വ്യക്തമല്ല. 1.5 കോടി രൂപയെന്നാണ് നേരത്തെ ലഭിച്ച സൂചന. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ബ്ലഡ് മണിയായി 34 കോടി മലയാളികൾ സമാഹരിച്ചത് യമനി ഗോത്രത്തലവന്മാരും അറിഞ്ഞാൽ രക്തപണമായി കൂടുതൽ തുക ചോദിക്കാനിടയുണ്ടെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ കണക്കുകൂട്ടൽ. ബ്ലഡ് മണി നൽകാൻ സഹായിക്കാമെന്ന് വ്യവസായി MA യൂസഫലി അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ബ്ലഡ് മണി സമാഹരിക്കുക പ്രയാസമാകില്ല. എന്നാൽ നെഗോഷിയേഷൻ ഫണ്ട് നൽകാൻ പലരും മടിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ത്യ സർക്കാർ ഗ്യാരണ്ടി നിന്നാൽ മതിയെന്ന് അഭിഭാഷകൻ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.